എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് മാത്രം ഇത്രയധികം ദൈവങ്ങൾ? ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം ഏകദൈവാരാധന അല്ലെങ്കിൽ ഏകദൈവത്തിലൂന്നിയ ഒരു വിശ്വാസ സംഹിത പിന്തുടരുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മാത്രം ബഹുദൈവാരാധനയെ സപ്പോർട്ട് ചെയ്യുന്നത്? മഹാവിഷ്ണു, മഹാദേവൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ പ്രധാന മൂർത്തികളും സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ചേർന്ന നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും കുലദൈവങ്ങളും കേട്ടിട്ട് പോലുമില്ലാത്ത മറ്റു പലരും ഒക്കെ ചേർന്ന് 30 കോടി ദൈവങ്ങളുണ്ടെന്നാണ് കണക്ക്. അതും പോരാഞ്ഞ് ഡോക്ടർ അബ്ദുൽ കലാമിനെയും കായംകുളം കൊച്ചുണ്ണിയും വരെ ആരാധിക്കുന്ന അമ്പലങ്ങളുണ്ട്. ഇനി ചില പ്രത്യേക കാര്യലാഭത്തിനു വേണ്ടി നമ്മളായി തന്നെ ഉണ്ടാക്കിയ പല ദൈവങ്ങളുണ്ട്. ശത്രു സംഹാരത്തിനൊരു ദൈവം, കൂടോത്രം ചെയ്യാൻ മറ്റൊരു ദൈവം, എന്തിന് ആന്ധ്രാപ്രദേശിൽ US വിസ കിട്ടാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ദൈവമുണ്ട്. ഇതിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്നുള്ള സംശയം വേറെയും. എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ മാത്രം ഇത്രയും വൈരുദ്ധ്യങ്ങൾ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? ഭാരതീയ ഈശ്വര സങ്കല്പം എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കളുടെ പ്രധാന ഗ്രന്ഥങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ മറ്റു പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കതൊന്ന് നോക്കാം. ഹൈന്ദവ ഗ്രന്ഥങ്ങളെ പ്രധാനമായും ശ്രുതികളെന്നും സ്മൃതികളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളുമാണ് ശ്രുതികൾ എന്നറിയപ്പെടുന്നത്. ഇവയെല്ലാം എപ്പോഴാണ് എഴുതപ്പെട്ടതെന്നോ ഇവയ്ക്ക് എത്ര പഴക്കമുണ്ടെന്നോ വ്യക്തമായൊരു കണക്കില്ല. വേദവിജ്ഞാനം എന്നത് ഗുരുപരമ്പരകളിലൂടെ പകർന്നു കിട്ടിയ അറിവുകളാണ്. സത്യത്തിൽ ശ്രുതി ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ശ്രുതികളല്ലാത്ത മറ്റെല്ലാ ഗ്രന്ഥങ്ങളും സ്മൃതികൾ എന്നാണ് അറിയപ്പെടുന്നത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഹിതകളും ദർശനങ്ങളും ഗീതകളും എല്ലാം സ്മൃതി ഗ്രന്ഥങ്ങളിൽ പെടും. സ്മൃതികൾ എല്ലാ കാലത്തേക്കും പ്രസക്തമായി കൊള്ളണമെന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഭാരതീയ ഈശ്വര സങ്കല്പം എന്നത് വളരെ വിശാലമായൊരു ടോപ്പിക്കാണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണ സഹിതം നമുക്കിതിനെ വിശകലനം ചെയ്യാം. നമ്മൾ എല്ലാവരും ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ വെച്ച് എന്താണ് നമ്മൾ ഗുരുത്വാകർഷണത്തെ പറ്റി പഠിച്ചത്? ആദ്യം ടീച്ചർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ പറയും. പിന്നീട് പറയും എല്ലാ വസ്തുക്കളെയും ഭൂമി തന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ടാണ് ആപ്പിൾ മേലോട്ട് പോകാതെ താഴോട്ട് തന്നെ വന്നതെന്ന് പറയും. ഇതിൽ കൂടുതലൊന്നും ഇവിടെ പഠിപ്പിക്കില്ല. ഇനി ഒരു ഹൈസ്കൂൾ ക്ലാസ്സിലാവട്ടെ നമ്മൾ ഗുരുത്വാകർഷണത്തെ പറ്റി പഠിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ പറ്റി പഠിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഭാരമുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ടെന്നും ഈ ആകർഷണം കാരണമാണ് ഗുരുത്വാകർഷണം സംഭവിക്കുന്നതെന്നുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനിയൊരു PG ലെവലിലോ അല്ലെങ്കിൽ ഒരു PhD ലെവലിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ മാറും. ഇവിടെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ചും ടൈം സ്പേസ് കർവേച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഗുരുത്വാകർഷണം ഒരു ബലമേ അല്ലെന്നും ഭാരമുള്ളൊരു വസ്തു ടൈം സ്പേസിൽ ഉണ്ടാക്കുന്ന ഒരു കർവേച്ചർ കാരണമാണ് ഗുരുത്വാകർഷണം സംഭവിക്കുന്നതെന്നുമാണ് ഇവിടുത്തെ എക്സ്പ്ലനേഷൻ. ഇത്രയും പഠിച്ചതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ? ഇതിൽ അവസാനത്തെ എക്സ്പ്ലനേഷനാണ് ശരിയെങ്കിൽ നമ്മൾ 1ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഇവിടെ ഗുരുത്വാകർഷണം എന്ന പ്രതിഭാസത്തെ ഓരോ കാറ്റഗറിയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാൻ വേണ്ടി 3 തരത്തിൽ പറഞ്ഞു. ശരിയല്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ടൈം സ്പേസ് കർവേച്ചറിനെ കുറിച്ചും ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവൂ? വേണ്ട. ഒരു 10ാം ക്ലാസ്സുകാരന് മനസ്സിലാവൂ? ഒന്നും മനസ്സിലാകില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ പഠിപ്പ് അവർ അതോടെ നിർത്തും. ഇവിടെ ഓരോ കാറ്റഗറിയിലുള്ളവരുടെയും മനസ്സിലാക്കാനുള്ള കഴിവിനനുസരിച്ച് ഒരേ കാര്യം തന്നെ 3 തരത്തിൽ പറഞ്ഞു. അതല്ലേ സത്യം? അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്? അത് തന്നെയാണ് ശരിയായിട്ടുള്ള രീതി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ദൈവങ്ങളുടെ കാര്യവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിലെ ദൈവസങ്കല്പത്തിന് പല തലങ്ങളുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസവും ദൈവാരാധനയും ഒക്കെ വിലക്കപ്പെട്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഈ വരേണ്യവർഗത്തിന്റെ ദൈവങ്ങളെ ആരാധിക്കാൻ സാധിക്കാത്തത് മൂലം താഴ്ന്ന ജാതിക്കാർ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് ഉപാസനാമൂർത്തികളുണ്ട്. മാടനും ചാത്തനും യക്ഷിയും മലദൈവങ്ങളും ഒക്കെ ഇതിൽ പെടുന്നവയാണ്. അതായത് ദൈവം എന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്ത ആളുകൾ അവരുണ്ടാക്കിയ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അവരത് കാലാകാലങ്ങളായി പിന്തുടർന്നു വന്നു. ഈ മേൽപ്പറഞ്ഞ ഉപാസനാമൂർത്തികളിൽ ഒരാളെ പോലും നമ്മളുടെ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ കാണാൻ കഴിയില്ല. ഇനി അടുത്ത കാറ്റഗറിയിലുള്ള ആളുകളാണ് ഭൂരിഭാഗം പേരും.
നമ്മളെല്ലാവരും തന്നെ ആരാധിക്കുന്നത് സ്മൃതി ഗ്രന്ഥങ്ങളിൽ, അതായത് നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പരാമർശിച്ചിട്ടുള്ള ദൈവങ്ങളെയാണ്. ത്രിമൂർത്തികളും അവതാരങ്ങളും മറ്റ് ദേവഗണങ്ങളും എല്ലാം തന്നെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. ഏറ്റവും വൈവിധ്യമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണാൻ സാധിക്കുന്നതും ഈ ഒരു തലത്തിലാണ്. ഈ ഒരു തലത്തിലെ എല്ലാ ഉപാസനാമൂർത്തികൾക്കും, അതിപ്പോൾ കൃഷ്ണനാകട്ടെ, ശിവനാകട്ടെ, വിഷ്ണു ആകട്ടെ, ഇവരുടെ എല്ലാം അസ്തിത്വത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കഥകളോ ചരിത്രമോ അല്ലെങ്കിൽ ഇതിഹാസങ്ങളോ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഗുണാരാധനയ്ക്ക്, അതായത് രൂപമുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന രീതിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ശ്രുതികളെ, അതായത് വേദങ്ങളെയും ഉപനിഷത്തുകളെയും അടിസ്ഥാനമാക്കിയുള്ള ആരാധനാരീതി. അടിസ്ഥാനപരമായി വേദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നിർഗുണാരാധനയാണ്. അതായത് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രൂപമില്ലാത്ത ദൈവത്തെയാണ് വേദങ്ങൾ പരാമർശിക്കുന്നത്. ഇത്രയും കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്നൊരു ചോദ്യമുണ്ട്. വേദങ്ങളാണ് അടിസ്ഥാന ഗ്രന്ഥമെങ്കിൽ നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നത് ശരിയാണോ? 100% ശരിയാണ്. അതിലൊരു തെറ്റുമില്ല. ഞാൻ നേരത്തെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെയാണിതും. ഒരു സാധാരണ മനുഷ്യനോട് ദൈവം നിർഗുണ പരബ്രഹ്മമാണ്, ദൈവം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്, ഏകനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. അതായത് ഓരോ മനുഷ്യരും ഈശ്വരനെ മനസ്സിലാക്കുന്നത് പല തരത്തിലാണ്. ചിലർക്ക് ദൈവത്തിനൊരു രൂപം കൊടുത്താൽ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. ചിലർക്കാണെങ്കിൽ നിർഗുണനായ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. അപൂർവം ചിലർക്ക് ഞാൻ ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ളൊരു ബോധം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരും അവലംബിക്കുന്ന ആരാധനാ രീതിയും വ്യത്യസ്തമായിരിക്കും. ഇതിലേത് ആരാധനാ രീതിയും ആയിക്കൊള്ളട്ടെ, ഹിന്ദു മതത്തിൽ അത് ആക്സെപ്റ്റബിൾ ആണ്. ഈ ലോകത്തിൽ ഹിന്ദു മതത്തിന് മാത്രം ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ആരാധനാ രീതി ഇല്ല. മറ്റു മതങ്ങളിൽ നിന്ന് സനാതനധർമ്മത്തിനെ വ്യത്യസ്തമാക്കുന്നതും ഈ പ്രത്യേകത തന്നെയാണ്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞിട്ട് നിർത്താം. പണ്ട് കേരളത്തിൽ അകവൂർ എന്ന സ്ഥലത്ത് പ്രശസ്തമായൊരു മനയുണ്ടായിരുന്നു. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മനയുടെ കാരണവർ ഒരു സംസ്കൃത പണ്ഡിതനും വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ അഗാധ ജ്ഞാനം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ചാത്തൻ എന്ന പേരുള്ള ഒരു ആശ്രിതനുണ്ടായിരുന്നു. ഈ ചാത്തനാണെങ്കിൽ ഭയങ്കര പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എപ്പോഴും സംശയമാണ്. ഇദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ഈ കാരണവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഈ ചാത്തൻ കാരണവരോട് ചോദിച്ചു, അങ്ങ് ആരെയാണ് ആരാധിക്കുന്നത്? ഈ കാരണവർ വേദപണ്ഡിതനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരബ്രഹ്മത്തെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. ചാത്തന് വീണ്ടും സംശയം. ചാത്തൻ ചോദിച്ചു, ഈ പരബ്രഹ്മം എങ്ങനെ ഇരിക്കും? കാരണവർ പറഞ്ഞു, പരബ്രഹ്മത്തിന് രൂപമില്ല, പരബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. ചാത്തനൊന്നും മനസ്സിലായില്ല. ചാത്തൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവസാനം സഹികെട്ട് കാരണവർ പറഞ്ഞു, പരബ്രഹ്മം ഒരു പോത്തിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ ചാത്തനിൽ നിന്ന് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ചാത്തൻ എന്ന് പറഞ്ഞ ആള് ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല തൻ്റെ യജമാനോട് ഭയങ്കര സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാരണവർക്കും ചാത്തനെ ഭയങ്കര കാര്യമായിരുന്നു. ഒരു ദിവസം കാരണവർ നോക്കുമ്പോൾ ചാത്തൻ ഒറ്റയ്ക്ക് നിന്ന് ആരോടോ സംസാരിക്കുന്നു. ആ പരിസരത്താണെങ്കിൽ ആരും ഇല്ല താനും. അപ്പോൾ കാരണവർ ചാത്തനോട് ചോദിച്ചു, ഹേ ചാത്ത, നീ ആരോടാ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ചാത്തൻ പറഞ്ഞു, ഞാൻ പരബ്രഹ്മത്തോടാണ് സംസാരിക്കുന്നത്, അങ്ങേക്ക് കാണാൻ പറ്റുന്നില്ലേ? കാരണവർ വിചാരിച്ചു ചാത്തൻ തന്നെ കളിയാക്കുകയാണെന്ന്. കാരണവർ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ചാത്തൻ പറഞ്ഞു, തൻ്റെ ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് ആ വശത്തോട്ട് നോക്കാൻ പറഞ്ഞു. കാരണവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരബ്രഹ്മം ഒരു പോത്തിൻ്റെ രൂപത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ഈ ചാത്തൻ എന്ന് പറഞ്ഞ ആള് അകവൂർ ചാത്തൻ എന്ന പേരിൽ പ്രശസ്തനായി എന്നാണ് കഥ. ഇത് വെറും ഒരു കഥയായിരിക്കാം, പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കാരണവർ വേദപണ്ഡിതനാണ്, അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളില്ല. അതേസമയം ചാത്തൻ അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണ്. പക്ഷെ എന്നിട്ടും പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടത് ചാത്തൻ്റെ മുന്നിലാണ്. ഇവിടെ കാരണവർ നിർഗുണനായിട്ടും ചാത്തൻ സഗുണനായിട്ടുമാണ് പരബ്രഹ്മത്തെ ആരാധിച്ചത്. അപ്പോൾ ആരാധനാ രീതിക്കല്ല പ്രസക്തി, മറിച്ച് ആരാധിക്കുന്നവനാണ് പ്രസക്തി. ശരിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഈശ്വരനെ ആരാധിക്കാൻ നമുക്ക് വേദമന്ത്രങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ അറിയണമെന്നില്ല. നമുക്ക് ആകെ വേണ്ടത് ഒരു കളങ്കമില്ലാത്ത മനസ്സും ആ പ്രപഞ്ചശക്തിയിലുള്ള അടിയുറച്ച വിശ്വാസവും മാത്രമാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ആരാധനയും. നമുക്ക് ഏത് രൂപത്തിലോ ഭാവത്തിലോ വേണമെങ്കിലും ഈശ്വരനെ ആരാധിക്കാം. അതിപ്പോൾ കൃഷ്ണനായോ ശിവനായോ വിഷ്ണുവായോ ആരുടെ രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. കാരണം ഇവരെല്ലാവരും ഒരേ ശക്തി തന്നെയാണ്. ഇതാണ് യഥാർത്ഥ ഹൈന്ദവ ദൈവസങ്കല്പം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.